പാലക് പനീർ ഈസിയും ടേസ്റ്റിയുമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. പാലക് പനീർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും വളരെ ആസ്വദിച്ച് കഴിക്കുന്നത് നമുക്ക് കാണാം. സ്പിനാച്ച് അല്ലെങ്കിൽ പാലക് ചീരയാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു വലിയ തക്കാളി, ഒരു വലിയ ഉള്ളി, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഇവയെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീരയിലേക്ക് ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഒരു 3 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ചീര ആയതുകൊണ്ട് തന്നെ ഒരു 3 മിനിറ്റ്സ് കുക്കിംഗ് ടൈം തന്നെ ധാരാളമാണ്. നന്നായി ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കിത് 2-3 പ്രാവശ്യമായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുത്ത മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ജീരകവും വറ്റൽമുളകും ഇട്ട് വറുത്തെടുക്കാം. ജീരകവും വറ്റൽമുളകും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പാലക് മിക്സ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം പനീർ ഒന്ന് നമുക്ക് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പാലക് പനീർ ഇവിടെ റെഡിയാവും. ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പനീർ പീസുകൾ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പനീറിന് കൂടുതൽ കുക്കിംഗ് ടൈം ആവശ്യമില്ല. ഒരു 1-1.5 മിനിറ്റ് തന്നെ ധാരാളമാണ്. ഈ നെയ്യിൽ നമ്മളൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു എല്ലാ വശങ്ങളും. വീട്ടിലെല്ലാവരും സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തന്നെ ഞാനൊരല്പം സ്പൈസി വേർഷൻ ഓഫ് പാലക് പനീറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യൻസിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് പാലക് പനീറാണ് ഈ മെത്തേഡ്. ഫ്രൈ ചെയ്ത പനീർ നമുക്ക് പാലക് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചപ്പാത്തി, നാൻ, റോട്ടി ഇവയുടെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ പാലക് പനീർ. ഈ കറിയുടെ ഇൻഗ്രീഡിയൻസ് പാലക്, പനീർ, ഗീയൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആൻഡ് ഡിലീഷ്യസ് ഫുഡാണിത്.